ഓണം അല്ലെങ്കിൽ ഉത്സവം പോലെയുള്ള ഒരു വിശേഷ അവസരം വരുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. വിശാലമായ മുറ്റമുള്ള കുടുംബ വീടുകളിലേക്ക് നാനാഭാഗത്തു നിന്നും ബന്ധുക്കൾ വന്നെത്തുന്ന ചിരിയും കളിയും നിറഞ്ഞ ആ പഴയകാലം ഇന്നൊരു നോവായി പലരുടെയും മനസ്സിലുണ്ട്. അപ്പൂപ്പനും അമ്മുമ്മയും മുതൽ പേരക്കുട്ടികൾ വരെയുള്ള ഒന്നിലധികം തലമുറകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കഥകൾ പറയുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അവരുടേതായ ലോകവും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. സമയത്തിന് യാതൊരു പഞ്ഞവുമില്ലാതിരുന്ന ആ കാലത്ത് സ്നേഹത്തിനും പരസ്പരമുള്ള കരുതലിനും മാത്രമായിരുന്നു മുൻഗണന. എന്നാൽ കാലം മുന്നോട്ട് കുതിച്ചപ്പോൾ കോൺക്രീറ്റ് കൂടാരങ്ങൾക്കിടയിലെ വില്ലകളിലേക്ക് മനുഷ്യൻ ചുരുങ്ങിയപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കും വലിയ വിള്ളലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രതയും വ്യക്തി സ്വാതന്ത്ര്യവും വർദ്ധിച്ചപ്പോൾ നമ്മൾ അറിയാതെ കൈവിട്ട് കളഞ്ഞത് വിലപ്പെട്ട പല മാനുഷിക ബന്ധങ്ങളെയുമാണ്. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് സ്വന്തം രക്തബന്ധങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. വർഷത്തിൽ 1-2 തവണ മാത്രം നടക്കുന്ന കുടുംബ സംഗമങ്ങളിലോ വിവാഹങ്ങളിലോ വെച്ച് കാണുന്ന ബന്ധുക്കളെ ഇതാരാണെന്ന് ഓരോ തവണയും മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഗതികേടിലാണ് ഇന്നത്തെ മാതാപിതാക്കൾ. ആ പരിചയപ്പെടൽ വെറുമൊരു ഔപചാരികതയിൽ ഒതുങ്ങുകയും പിന്നീട് അവരെക്കുറിച്ച് ഓർക്കാനോ വീണ്ടും കാണുമ്പോൾ സംസാരിക്കാനോ പുതുതലമുറയ്ക്ക് കഴിയാതെ വരികയും ചെയ്യുന്നു. അവരുടെ ലോകം അവരുടെ സുഹൃത്തുക്കളിലേക്കും സ്മാർട്ട് ഫോണുകളിലേക്കും മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. ഇനി അഥവാ ഒരു വിശേഷ അവസരത്തിൽ ഒത്തുചേരുമ്പോൾ തന്നെ സമപ്രായക്കാരായ കസിൻസ് മാത്രമായി ഒരു വൃത്തം സൃഷ്ടിച്ച് അതിനുള്ളിൽ ഒതുങ്ങാനാണ് പലർക്കും താല്പര്യം. മുതിർന്നവർ എന്തു ചെയ്യുന്നു, മറ്റു ബന്ധുക്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സാവകാശമോ താല്പര്യമോ ഇവർക്കില്ല. സ്വന്തം പങ്കാളികളെ പോലും ഇത്തരം ഒത്തുചേരലുകളിൽ പൂർണ്ണമായി ഉൾപ്പെടുത്താതെ അവരുടെ വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന പ്രവണതയും ഇന്ന് വ്യാപകമാണ്. മുൻകാലങ്ങളിൽ ഒരു വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ജോലികൾ എല്ലാവരും ഒരുമിച്ച് പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം ഒത്തുചേരലുകൾ വളരെ യാന്ത്രികമായി മാറിയിരിക്കുകയാണ്. കുടുംബങ്ങളിലെ മുതിർന്ന പുരുഷന്മാർ പലപ്പോഴും മദ്യമടക്കമുള്ള ലഹരികളുടെ ലോകത്തേക്ക് മാറി നിൽക്കുമ്പോൾ സ്ത്രീകൾ അടുക്കളയിലെ തീരാത്ത പണികളിലേക്ക് യാന്ത്രികമായി തളയ്ക്കപ്പെടുന്നു. പരസ്പരം സംസാരിക്കാനോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ ആർക്കും സമയമില്ല. എല്ലാവരും വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു എന്നതിലുപരി ഹൃദയത്തിൽ തൊടുന്ന ഒരു ആശയവിനിമയവും അവിടെ നടക്കുന്നില്ല. പലപ്പോഴും പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചിട്ട് വെറുമൊരു ചടങ്ങ് തീർക്കാൻ വേണ്ടി മാത്രം ബന്ധുവീടുകളിൽ വന്നു പോകുന്നവരും കുറവല്ല. പഴയ ആ ഊഷ്മളതയും പൊട്ടിച്ചിരികളും നഷ്ടപ്പെട്ട് വെറുമൊരു ബാധ്യത നിറവേറ്റുന്നത് പോലെയാണ് ഇന്ന് പലരും കുടുംബ ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ കുടുംബ സദസ്സുകളിലേക്കൊക്കെ പങ്കെടുക്കുന്നത്. മാറുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന ഘടകം സാമ്പത്തിക സാഹചര്യങ്ങളിൽ വന്ന മാറ്റമാണ്. ഇന്ന് ഭൂരിഭാഗം ദമ്പതികളും ജോലി ചെയ്യുന്നവരും സ്വന്തമായി വരുമാനമുള്ളവരുമാണ്. സാമ്പത്തികമായി ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഈ അവസ്ഥ തീർച്ചയായും വലിയൊരു പുരോഗതി തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ മറുവശം വളരെ ഭയാനകമാണ്. ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല എന്ന ചിന്ത പലരിലും ഒരുതരം അഹങ്കാരമായി വളർന്നിരിക്കുകയാണ്. സ്വന്തം ജീവിത വിജയത്തിന് ബന്ധുക്കളുടെയോ സൗഹൃദങ്ങളുടെയോ യാതൊരു ആവശ്യവുമില്ല എന്ന തെറ്റായ ധാരണയാണ് ഇവരെ നയിക്കുന്നത്. വഴിയിൽ വെച്ച് ഒരു പഴയ ബന്ധുവിനെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാകാത്ത വിധം മനുഷ്യനെ വരണ്ടവനാക്കി മാറ്റാൻ ഈ അമിതമായ സ്വയം പര്യാപ്തതാ ബോധത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന ചിന്തയിൽ മനുഷ്യബന്ധങ്ങളുടെ വൈകാരികമായ വില അവർ തിരിച്ചറിയാതെ പോകുന്നു. കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ കണ്ണി ആ വീട്ടിലെ പ്രായമായ മാതാപിതാക്കളാണ്. പലപ്പോഴും ഒരു ഉത്സവത്തിനോ ചടങ്ങിനോ മക്കൾ വരുന്നത് ആ മാതാപിതാക്കളെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ മാത്രമേ സഹോദരങ്ങൾ തമ്മിൽ പോലും ഒരു ഒത്തുചേരൽ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം. ആ വീടിൻ്റെ അടിസ്ഥാന തൂണുകളായ മാതാപിതാക്കൾ വിട പറയുന്നതോടെ സഹോദരങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അകൽച്ച രൂപപ്പെടുന്നു. പിന്നീട് അവരുടെ കുടുംബകാര്യവും അല്ലെങ്കിൽ സ്വകാര്യതയുമായി അവർ പല വഴികളിലേക്ക് പിരിയുകയാണ്. കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച സഹോദരങ്ങൾ പോലും പിന്നീട് സ്വത്ത് തർക്കങ്ങളുടെയും ഈഗോയുടെയും പേരിൽ ബദ്ധശത്രുക്കളെ പോലെ പെരുമാറുന്ന കാഴ്ച ഇന്ന് സർവ്വസാധാരണമാണ്. മുൻപൊക്കെ ഒരു കുടുംബത്തിൽ ഒരു വിവാഹമോ മറ്റ് ചടങ്ങുകളോ നടന്നാൽ അത് ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിരുന്നു. സാമ്പത്തികമായും ശാരീരികമായും എല്ലാവരും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് വിവാഹമെന്നത് വ്യക്തികളുടെ മാത്രം ബാധ്യതയായി മാറി. അതിലുപരി ഇത് ആഡംബരം കാണിക്കാനുള്ള ഒരു വേദിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു.
സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ബന്ധുക്കൾ തങ്ങളുടെ പണക്കൊഴുപ്പ് കാണിക്കാൻ കോടികൾ മുടക്കി ചടങ്ങുകൾ കെങ്കേമമാക്കുമ്പോൾ സാധാരണക്കാരായ ബന്ധുക്കൾക്ക് അതൊരു വലിയ മാനസിക സമ്മർദ്ദമായി മാറുന്നു. അവരെപ്പോലെ തന്നെ സ്വന്തം മക്കളുടെ വിവാഹവും നടത്തണമെന്ന ആ ഒരു ദുരഭിമാനത്തിൽ പലരും ലക്ഷങ്ങൾ കടം വാങ്ങി സാമ്പത്തികമായി തകർന്നടിയുന്നു. ഇന്ന് ഒരാളുടെ അന്തസ്സും കുടുംബത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും അളക്കപ്പെടുന്നത് അവർ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ബ്രാൻഡും വിലയും നോക്കിയാണ്. വിലയേറിയ കാറിൽ വന്നിറങ്ങുന്ന ബന്ധുവിന് ലഭിക്കുന്ന സ്വീകരണവും ബഹുമാനവും സാധാരണക്കാരനായ ഒരു ബന്ധുവിന് ഇന്ന് കുടുംബങ്ങളിൽ ലഭിക്കാറില്ല എന്നത് നഗ്നമായ ഒരു സത്യമാണ്. ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത, കേവലം പണത്തിനും ആഡംബരത്തിനും മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ മനുഷ്യൻ അവനവനിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത പ്രതിസന്ധി വരുമ്പോഴാണ് ഈ ഒറ്റപ്പെടലിൻ്റെ ഭീകരത നാം തിരിച്ചറിയുന്നത്. ഒരു അത്യാഹിതം സംഭവിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോഴോ സാമ്പത്തികമായി ഒരു വലിയ തകർച്ച നേരിടുമ്പോഴോ നമുക്ക് ചുറ്റും ഒരു ബന്ധുവും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ചിലതുണ്ട് ജീവിതത്തിൽ. അത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് പിടിക്കാൻ ഒരു കൈയും ആശ്വസിപ്പിക്കാൻ കുറച്ച് വാക്കുകളുമാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിലും അത് നമ്മുടെ വേരുകളെ അറുത്തു മാറ്റിക്കൊണ്ടാകരുത്. സാമ്പത്തിക പുരോഗതിയും വ്യക്തി സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്താൻ നമുക്ക് കഴിയണം. കേവലം ഔപചാരികതകൾക്കപ്പുറം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും കരുതലും പങ്കുവയ്ക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. വാട്സാപ്പ് സന്ദേശങ്ങൾക്കപ്പുറം നേരിൽ കണ്ട് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ശ്രമിക്കാം. കാരണം ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്ക് ബാലൻസുകളോ ആഡംബര കാറുകളോ ആയിരിക്കില്ല, മറിച്ച് നാം സമ്പാദിച്ച നല്ല മനുഷ്യബന്ധങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ആശ്വാസം നൽകുക. ഈ തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.